ഒരുപാട് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും ആ സ്വപ്നങ്ങളൊക്കെ ഇപ്പോഴും സ്വപ്നങ്ങളെ തന്നെ നിലനിൽക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഉണ്ടായിട്ട് ആ സ്വപ്നങ്ങളോട് കോംപ്രമൈസ് ചെയ്തവരാണോ നിങ്ങൾ എന്നെ പോലെ? ഇനി ഒത്തിരി ആഗ്രഹം ഉണ്ടായിട്ടും ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച് കഠിന പ്രയത്നം ചെയ്ത് ഒരുപാട് എഫർട്ടൊക്കെ ഇട്ടിട്ടും അവസാനം പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്തതിൻ്റെ പേരിൽ അതൊക്കെ നിഷ്ഫലമായി പോയ ആൾക്കാരാണോ നിങ്ങൾ എന്നെ പോലെ? സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വളർന്നു വന്ന എന്നെപ്പറ്റി തന്നെയാണ്. എൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് ഞാൻ മറ്റുള്ള ആൾക്കാരിൽ കാണുന്നത്. ക്ലാസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വളർന്നു വന്ന് രക്ഷപ്പെട്ട് സമൂഹത്തിന് തന്നെ മാതൃകയായി മാറി നിൽക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. സോ എൻ്റെ ചാനൽ പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കഥകളായിരിക്കും, അവർക്ക് പറയാനുള്ളതായിരിക്കും, അവരുടെ വോയിസ് ആയിരിക്കും. ലെറ്റ്സ് മേക്ക് ഷുവർ ദാറ്റ് അവർ വോയിസ് ഈസ് ഹേർഡ്. ഇപ്പം എൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചാലേ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്, കാലാവസ്ഥ മാറുന്നത് പോലെ. സോ പഠിക്കാൻ മോശമായതുകൊണ്ട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരാളല്ല ഞാൻ. മറിച്ച് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുകയും ചെയ്യേണ്ടി വന്ന ഒരു സാധാരണ മിഡിൽ ക്ലാസ് അങ്ങനത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ സാധാരണക്കാരും ചെയ്യുന്ന സ്ഥിരം കാര്യമില്ലേ, ഒരു നിവർത്തിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ലോൺ എടുത്ത് EMI എടുത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടത്തുക. അത് നമ്മൾ മിഡിൽ ക്ലാസ്സുകാരുടെ ഒരു പ്രത്യേകത തന്നെയാണല്ലേ. വരും പരാജയങ്ങളെ പറ്റിയിട്ടൊന്നും ചിന്തയില്ല, ലോൺ എടുക്കുക, EMI അടയ്ക്കുക, തളരാതെ എങ്ങനെ പലപ്പോഴും മുമ്പോട്ട് പോകാം. ഇതൊക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഒരു കാര്യത്തെ പറ്റി പ്രതികരിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഒരു സാധാരണക്കാരുടെ ശബ്ദത്തിൽ ഞാൻ അവിടെ പ്രതികരിച്ച് എൻ്റെ റിവ്യൂസ് ആവാം, അല്ലെങ്കിൽ എൻ്റെ വ്യൂസ് ആകാം. റിവ്യൂ എന്നുള്ള വീടിനേക്കാളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മൈ വ്യൂസ്, എൻ്റെ കാഴ്ചപ്പാടുകളാണ്. അതൊരു മിഡിൽ ക്ലാസ് കണ്ണിൽ കാണുന്നൊരു കാഴ്ചപ്പാടായിരിക്കും. അതത്രേ ഉള്ളൂ. കാരണം നമ്മളിപ്പം എത്രത്തോളം രക്ഷപ്പെട്ടാലും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയാലും സ്റ്റിൽ ഐ വുഡ് റേറ്റ് മൈസെൽഫ് ആസ് എ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് ഉള്ളൂ. നമ്മൾ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാലേ അതൊരു കിടിലം മൈൻഡ് സെറ്റാണ്. നമുക്ക് ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാനായിട്ട് പറ്റും.